കാണുന്ന പോലെയല്ല, നല്ല തണുപ്പുണ്ട്. കോടയുടെ ഒരു കുറവായിട്ടുള്ള ഇവിടെ. സൗണ്ട് ഇല്ലായിട്ട് ഇതൊരു പറയാൻ. ഇത് നമ്മളെ ഷാഹിനലി, ഇത് നമ്മളെ സാദിലു, ഇത് നമ്മളെ ഇത് നമ്മളെ എല്ലാരും ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാരും ഒന്നാണ്ട് പിക്ക് അടിച്ചാലോ അവിടുന്ന്. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മേപ്പാടിയിലാട്ടോ. നമ്മൾ ഇന്നലെ കൽപ്പറ്റ സ്റ്റേ അടിച്ചു. പിന്നെ മോർണിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആ ഒരു വൈബാകുന്നു. പിന്നെ സൗണ്ടൊക്കെ പോയ കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. ശബ്ദം എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ നൈസായിട്ടുള്ള വിഷ്വൽ ഇങ്ങനെ കാണിച്ച് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിക്കുകയാണ്. കുഴങ്ങി കേട്ടോ, ശബ്ദം പോയിട്ട് ഡബിൾ പവറിൽ സൗണ്ട് എടുക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കുഴങ്ങുന്നത്. അപ്പോൾ നമ്മളുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വെക്കേറ്റ് ചെയ്ത് വന്നിട്ട് മേപ്പാടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടുള്ളൊരു ചെറിയ സ്പോട്ടുണ്ട്, ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇനി അവിടുത്തെ കുറച്ച് വിഷ്വലൊക്കെ കാണിച്ചു തരാം. അതും പോകുന്ന കുറച്ച് വിഷ്വലൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. ഞാൻ പ്രശ്നം എന്ന് പറയുമ്പോൾ സൗണ്ടാട്ടോ. ഇന്നലെ രാത്രിക്കത്തോടെ സൗണ്ട് കണ്ടപ്പോൾ പോയി. ഇത് നമ്മളെ പിള്ളേർ പറഞ്ഞൊരു ബൈക്കായിട്ടോ. നമ്മൾ വ്യൂ നോക്കിക്കേ, സീന് വ്യൂ, അടിപൊളി വെള്ളച്ചാട്ടം, ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ വണ്ടി നോക്കിക്കേ. എൻ്റെ മോനെ വീട്ടിലെ എന്താ കണ്ണടന്ന് നമ്മളെ ഷാലി, അതുപോലെ റോഷന്, ഷിബിന്, റോഷന്, ഇത് മുത്തുപ്പ, ഷെയ്ക്ക്, ഇത് നമ്മളെ ഷാഹിനലി, ഇത് നമ്മളെ സാദിലു, ഇത് നമ്മളെ ഇത് നമ്മളെ ആനമാരിക്ക്, ഇത് ഷെബീന്. ഇനി ഞാൻ പരിപാടീസ്. ഒന്നാമതിൻ്റെ സൗണ്ട് ഇല്ലായിട്ട് ഇതൊരു പറയാൻ. ഇപ്പോഴും സൗണ്ടില്ല. പിന്നെ വെയിലൊന്ന് നൈസായിട്ട് വന്നു, അതായത് മഴ പറ്റാൻ നിന്നപ്പോൾ ഒന്ന് മൂടായതാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലേ ഷാപ്പി. അപ്പോൾ നമ്മൾ കോട്ട കഴിച്ച് ഈ ഒരു വൈബ്. അപ്പോൾ നമ്മൾ നാസിൽ മഴ ആയിട്ട് ഒരേ വൈബ് ഇവിടെയൊക്കെ നഞ്ഞാണ്. അതുകൊണ്ട് ഈ ബാൻഡൊക്കെ ഇട്ടാണ്ട് വണ്ടി ഓട്ടണ്. നമ്മൾ RX ഒരു മൂഡ്, വേറെ മൂഡ് കേട്ടോ RX. നാസിലിന് കുറച്ച് നേരം സ്പെൻഡർ എടുത്തു. ഇവിടുന്നോ ഈ വളവോ കേറി. വേറെ മൂടാട്ടോ RX. നമ്മളെ ഷാപ്പി, എടാ ഷാപ്പിയേ എന്ത് അവിടെ മണ്ട വള വലിച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞോട്ടെ, ഇങ്ങോട്ട് ഞാൻ ഓട്ടു. നമ്മൾ പോവാ. ഓക്കെ അപ്പോൾ നമ്മളെ കൂടെയുള്ള ബാക്കിയുള്ളവർ മുകളിലുണ്ട്. അവിടെ ഒരു അടിപൊളി സ്പോട്ട് ഉണ്ടെന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ കയറി പോവാണ്. എവിടുന്ന് വരുന്ന എടുക്കാൻ പറഞ്ഞേ? ഓക്കെ, അപ്പോൾ നമ്മളിതേ വീഡിയോ ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇന്നത്തെ ഒരു വീഡിയോ ഒന്ന് മെയിനായിട്ടെന്ന് പറയുമ്പം നമ്മൾ പയ്യെ ഇങ്ങനെ നൈസിൽ ഇവിടെ നിന്ന് ഇറങ്ങണം, നാട്ടിലോട്ട് ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ 1-2 സ്പോട്ടൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ആ ഒരു വൈബിൽ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അതാണ് പ്ലാന്. ഗൈസ്, നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉള്ള ഏരിയ കേട്ടോ, നല്ല അടിപൊളി. ഗായ്സ്, ഇതേ കുറച്ച് ഓഫ് റോഡ്.
ലവന്മാർ ഇങ്ങോട്ട് വരുന്നു കേട്ടോ. ഗൈസ് നമ്മളിവിടെ നിന്ന് തിരിക്കുന്നു. ഗൈസ് അങ്ങനെ അതേ നമ്മൾ എന്താ പറയുക തിരിച്ചു പോവാണ്. ആ ഒരു ലൊക്കേഷനിൽ നിന്ന് തിരിച്ചു പോവാണ്. അതിന് മുകളിലോട്ട് പോയിട്ട് കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ശകലം കയറ്റി ബാക്കിയുള്ളവന്മാർ തിരിച്ചു വന്നപ്പോൾ പിന്നെ ഇങ്ങനെ നൈസിലിങ്ങനെ തിരിച്ചു പോന്നു. അങ്ങനെയാണ് നമ്മളെ സെറ്റപ്പ്. കണ്ടോ അടിപൊളി റൂട്ട്. നമ്മളെ നാസിൽ ഇതേ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ബാക്കിയുള്ളവന്മാരെല്ലാം കുറച്ച് ഫ്രണ്ടിലാണ്. നാസിലിൻ്റെ അടുത്ത് കൊടുക്ക്. നൈസാവും തേയിലത്തോട്ടം. ഈ കോർണർ എടുത്തോ, ഈ കോർണർ എടുത്തോ. നാസിലൊക്കെ എടുത്ത്. ഗൈസ് അങ്ങനെ അതേ ലവന്മാരെല്ലാവരും ഒരുമിച്ച് എത്തിയിട്ടോ. അപ്പോൾ 1 2 3 4 വണ്ടികളായി. ഇനി 2 വണ്ടികൾ കൂടെ ഉണ്ട്. വാവ് അമേസിങ്. അടിപൊളിയാട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് കാണുന്ന പോലെയല്ല, നല്ല തണുപ്പുണ്ട്. കോടയുടെ ഒരു കുറവായിട്ടുള്ള ഇവിടെ. ഇതേ ബാക്കിയുള്ള ടീംസ് അവിടെ 1 2 3 4 5 വണ്ടികളായിട്ട് ഒരു വണ്ടി കൂടെ ഉണ്ട്. ഒരു വണ്ടിയല്ല 2 വണ്ടി കൂടെ ഉണ്ട്. 5 7 വണ്ടി ഉണ്ട് കേട്ടോ. ഒരു വണ്ടി സോളോ, ബാക്കിയെല്ലാം ഡ്യൂ. അതെ ബാക്കിയുള്ള 2 വണ്ടി ഞാൻ കുറവുണ്ടെന്ന് പറഞ്ഞില്ല. അവന്മാർ ഇതേ ഇവിടെ സിനിമാറ്റിക് എടുക്കേ. ഞങ്ങളിങ്ങനെ അവിടുന്ന് വരും. എൻ്റെ കൈക്കലാക്കണ്. ഷാദില ഇവിടെ നിന്നൊരു സിനിമാറ്റിക്ക് ഞങ്ങളിങ്ങനെ വരും. പറവേ തരാ. ഇതൊന്ന് കയ്യട്ടെ. പറവേക്ക് ഇതിൻ്റെ ഉള്ളിലാ പൊളിച്ചണോ? ഇവിടെ നിന്നോ ഞങ്ങളിങ്ങനെ വളഞ്ഞിങ്ങനെ വരും. റാശേ ബാബാ ബാബാ തിരിക്കി. ആ തിരിക്കി. പാൻറ്റൊക്കെ റെഡിയാക്കിയാള്. റെഡിയാക്കിയാള് പാൻറ്റൊക്കെ. ആ പോവാ. ഗായ്സ് വീഡിയോ എടുക്കും കേട്ടോ. അവൻ അതുവരെ പോയി വന്നോളും. അപ്പോൾ നമുക്കിൻ്റെ ആ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം. ആ വൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വൈസറിലാണെങ്കിൽ ആ ഒരു പുതിയ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പൊസിഷൻ ഉണ്ടായതുകൊണ്ട് ക്യാമറ വല്ലാണ്ട് അപ്പറിലോട്ട് വെക്കാൻ പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലേ ഇവൻ ഇവിടെ കയറിയാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഇവനിലാണ് ശരിക്കും ക്യാമറമാൻ. അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇജ് പായ എന്റെ എത്തുന്നില്ല. നമുക്കൊന്ന് പതുക്കെ എന്നാലും അതേമാതിരി പതുക്കെ. അങ്ങനെ 2ാമത്തെ ടേക്കും പോയി വന്ന് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കാശ് ഇതിൽ ഒരുമിച്ചുണ്ട്. പിന്നെ ഒരുമിച്ചുണ്ട്. അത് കുഴപ്പമില്ല. വാടാ ഇവിടെ നിന്നാണ്ട് തൂറ്റില്ലോ നീ.
എന്നാലും എത്തിയാണ്. മതി സെറ്റാ. ഡേ നോക്കിക്കേ വൈബ് ഫുള്ളി നിരന്നിരുന്ന് പിക്കടിക്കുന്നു. റെഡിയായി. എടാ നമുക്ക് എല്ലാവരും ഒന്ന് പിക്കടിക്കാം. ഇങ്ങോട്ട് പോയാൽ പോരെ? എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവരും ഒന്നാ പിക്കടിച്ചാലോ അവിടുന്ന്. ഗായ്സ് അങ്ങനെ ഇവിടുത്തെ അല്ലോ പിക്കെടുക്കൽ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പോവാണ്. 2 വണ്ടി ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേഗം പോകുന്നത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കലേ ഉണ്ടാവത്തുള്ളൂ. അതാണ് ഈ ഒരു ഗ്രൂപ്പ് റൈഡ് ആകുമ്പോഴുള്ളൊരു ലാഗ് മീൻസ് അതങ്ങനെ എത്ര നമ്മൾ ശ്രമിച്ചാലും അതങ്ങനെ തന്നെ ആവട്ടോ. അതാണ് സോളോ VS ഗ്രൂപ്പ്. ആ ഒരു ചേഞ്ചാണ് സംഭവം. സോളോ ആകുമ്പോൾ നമുക്ക് നമ്മുടെ സംഭവം മാത്രം നോക്കി അങ്ങ് വിട്ടാൽ മതി. മറ്റേത് എല്ലാവരും ഒരേ റൂട്ടിൽ ഒരേ സെറ്റിൽ ഇങ്ങനെ വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്ന കേസാണ്. വാവ്, എൻ്റെ ശബ്ദം അടപടലെ പോയി മൂഞ്ചിരിക്കും കേട്ടോ. ഒന്ന് ഉറക്കൊന്ന് സംസാരിക്കാൻ പോലും. സാപ്പി ഞാൻ പറയണത് കേൾക്കണ്ട? അപ്പിയെ ഇല്ലല്ലോ. അതാണ് പറയണൊന്നും കേൾക്കുന്നില്ല. സൗണ്ടെല്ലാം പോയി ഗായ്സ്. സംഭവം ട്രിപ്പ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ട് സെറ്റായിരുന്നു. വ്യൂ ഒക്കെ നോക്കിക്കേ. വാവ്, ഓ സീന്. വാവ്, ഗായ്സ് നോക്കിക്കേ, നല്ല അടിപൊളി തേയിലത്തോട്ടം. വാവ്, നൈസ് റൂട്ട് കേട്ടോ ഗായ്സ്. സെറ്റാണ്. ഇതുപോലെ റിലാക്സ് ആയിട്ട് പതുക്കെ ഇങ്ങനെ സ്പ്ലെൻഡറിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള റൂട്ട്. ആ ഒരു വിഷ്വലും മിസ്സാവില്ല. ആ ഒരു നൈസ് മൂഡിൽ ഇങ്ങനെ വണ്ടിയും കൊണ്ട് പോകാനുള്ളൂ. ആഹാ, ഈ മരങ്ങളൊക്കെ നോക്കിക്കേ. ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഇതുപോലുള്ളൊരു മരങ്ങൾ ഒരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ആഹാ, അടിപൊളിയാട്ടോ. ചാറ്റൽ മഴയുള്ള കാരണം നമ്മളെ ക്യാമറേൻ്റെ ആ ഒരു ലെൻസിൻ്റെ സൈഡിൽ വെള്ളം ഇങ്ങനെ ആവുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വിഷ്വല് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലേലവന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി മേപ്പാടി ടൗണിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതേ ഒരു RC BS6 ആട്ടോ. 100 വലിയൊന്നുമില്ല, 200 തന്നെ ഞാൻ തോന്നുന്നു. അവന്മാർ പുറകെ ഉണ്ട്. എൻ്റെ സൗണ്ടായിരിക്കട്ടെ മൊത്തം സീൻ. ഈ ഒരു വീഡിയോയിൽ സൗണ്ട് ഒട്ടുമില്ല. ഇതാട്ടോ റോഡ് ഞാനൊന്നുകൂടെ പരിചയപ്പെടുത്തി തരാം. ഇത് മേപ്പാടി ടൗണിലെ എന്താ പറയുക ജീപ്പ് സ്റ്റാൻഡാണ്. അതിനിടയിൽ കൂടെയുള്ള ഈ ഒരു റോഡ് അത് നേരെ നമ്മൾ പോയ ആ ഒരു സ്പോട്ടിലോട്ടുള്ള റോഡാണ്. ഇനി ലവന്മാരെല്ലാം വരട്ടെ ഇങ്ങോട്ട്. അല്ലേ പറയണോ? അപ്പോൾ അവരെ വീണ്ടും കണ്ടു കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു ട്രിപ്പിൽ ഫസ്റ്റത്തെ ദിവസം സ്റ്റേ അടിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഓരോ അടുത്തേക്ക് പോയി നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഓക്കെ, പിന്നെ മിസ്സിങ് എന്ന് പറയുമ്പോൾ ഷാഹിദ് കേട്ടോ. ഷാഹിദ് പോലും അങ്ങോട്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ദേലവന്മാർ ഇവിടെ. എടാ മോനെ, എന്താ പാട്? ഇജി പറഞ്ഞ കട അതല്ലേ? പണ്ട് ഞാൻ വന്നാണ്ട് പണ്ട് ഞാൻ വന്നാണ്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിനി. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു ആ കടല്ലേ നീരപ്പാലത്തുള്ള. ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ നേരെ നമ്മളെ നാട്ടിലോട്ടാണ്. അതായത് ലക്കിടി വ്യൂ പോയിന്റ്, പിന്നെ ചുരം ഇറങ്ങുന്നു, നാട്ടിലോട്ട് പോകുന്നു. ട്രിപ്പ് എന്താ പറഞ്ഞാൽ സെറ്റായിരുന്നു കേട്ടോ. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. 100% ഓക്കെ, 100% ഹാപ്പി ആട്ടോ. പക്ഷേ ഹാപ്പി ആണെന്ന് പറയാൻ എനിക്ക് സൗണ്ട് ഇല്ലെന്ന് മാത്രം. വേറെ കുഴപ്പ കാര്യമൊന്നുമില്ല. ഫുൾ ഒക്കെ സെറ്റായിരുന്നു.
ഇതേ പോലീസ് സ്റ്റേഷൻ. ഫുഡ് കഴിക്കാ? ഓക്കെ, എന്നാ ഫുഡ് കഴിക്കാം. അടി. ഗൈസ്, അപ്പോൾ ആ ഒരു റൂട്ട് കിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി മഴ ആണ് കേട്ടോ. ചുര ഏരിയയൊക്കെ ഭയങ്കര മഴ എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തണം. ആ ഒരു സമയത്ത് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ചുരത്തുള്ള നൈസായിട്ടുള്ള വിഷ്വൽസ് ഫോണിലൊക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ആ ഒരു സെറ്റപ്പേ നടക്കത്തുള്ളൂ. കാരണം ഇപ്പോഴൊക്കെ നമ്മൾ റിസ്ക് എടുത്ത് പോവുകയാണ്. കാരണം ഈ ഒരു കണ്ണാടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഒക്കെ കോലം, ക്യാമറേൻ്റെ കോലൊക്കെ നോക്കി അകത്ത് ഫോഗ് കയറിയ അവസ്ഥ കേട്ടോ. അതുകൊണ്ട് കൂടുതൽ കംപ്ലൈൻ്റ് ആക്കാൻ നിൽക്കുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മളിതേ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറും കേട്ടോ. ഇവിടെ നിന്നൊരു വേണ്ട. വാവ്, അടിപൊളി കേട്ടോ. ഇവിടെ പാർക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. വേലന്മാർ അവിടെ ഉണ്ട്, വയന്മാർ ഇവിടെ ഉണ്ട്, ഇവന്മാർ ഇവിടെ ഉണ്ട്. ഇത് വേറൊരു മൂടാണ്, നമ്മൾ ജിത്തുവിൻ്റെ മൂട്. കണ്ണാടി ഓരൂല ചോറൊന്നും പോലും. ചിക്കനൊക്കെ വരപ്പിച്ചിട്ട് നമ്മളവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിയണം പറ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് ഫുഡെല്ലാം കഴിച്ച് ശരി. ഗൈസ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ടീമാട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പള്ളി നോക്കിക്ക്. അതായത് ആ പള്ളിൻ്റെ പേരെന്താ? താജ്മഹൽ ഉണ്ടെന്നാണ് പേര് മറന്നു. അത് ആനോള സിറ്റി ആട്ടോ ആ കാണുന്നത്. അതുപോലെ നമ്മുടെ വളവുക അടിയിലൂടെയുള്ള റോഡുകൾ, വളവ് ഇതേ താഴെ. ആ താഴെയുള്ള ഒരു വലിയ ഹെർപ്പിൻ്റെ എന്താണ് കാണുന്നത്. നമ്മളങ്ങോട്ട് ചാടിക്കാൻ പോകുന്നുണ്ട്. നമ്മളെ ഷെയ്ക്കാട്ടോ കമൻട്രി പറയണേ. ഓ, ഷെയ്ക്ക് ഗ്ലാമർ വലിയ മുത്ത മനസ്സിലായി. പണ്ടൊക്കെ ഷെയ്ക്ക് പറയുമ്പോ കുട്ടിയാണ്. ഫുള്ള് താടി കണ്ടോണ്ടൊക്കെ താടി നാസിൽ വെക്കണേ. നാസിൽ അന്ന് ഇന്നും ഒരേ 18 നായിക്കോട്ടെ. നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും വയസ്സുള്ളത് അത് കണ്ടറിയില്ല. ഇത് നമ്മളെ ഷാപ്പി മുത്തച്ഛൻ. ഇതാണ് ഏറ്റവും ഇതാണ് നമ്മളെ സാദിലു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മള് കുറച്ചാൾക്കാർ ഇവിടെ ഉണ്ട്. ബാക്കി ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നത് ഫുഡ് കഴിക്കാണ്. ലെവൻ ഇപ്പോഴും ഈ സാധനം കൂടി കേട്ടോ. ഗൈസ്, അങ്ങനെ പിന്നെ അവിടെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കയറി 11:30 ആ സമയമൊക്കെ വീട്ടിലെത്തി തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഒന്നാമത് എനിക്ക് സൗണ്ട് ഇല്ല, അങ്ങനത്തെ ഇഷ്യൂക്കെ ആയാലും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള കാരണം വീഡിയോ എടുക്കാനുള്ള മൂഡ് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് വൈബായ കാരണം പിന്നെ വീഡിയോയിലോട്ട് ഓവർ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ആ ഒരു വൈബിൽ അങ്ങനെ പോയി. അപ്പോൾ അതാണ് സംഭവം. എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അതിനെ കണ്ടിട്ട് പോകണം. അതിന് വേണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തുള്ളത് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ട് ചെയ്യാൻ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും